മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനിലേക്ക് ദൂതി ചന്ദ്രനെ പ്രവർത്തിക്കാണിച്ചു കൊടുത്ത അനുഭവം അവർ സാക്ഷീകരിച്ചപ്പോൾ ഞാൻ കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പെരുമാൾ രാജാവ്, നിങ്ങൾ മക്കയിലേക്ക് പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോകുമ്പോ ഈ മഹാനായ നേതാവിന് എന്റെ വകയിൽ വല്ല കാഴ്ചയും വെക്കണം അധിക കൊണ്ട കൊടുക്കണമെന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ രാജ്യത്തുള്ള വലിയ ഔഷധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വലിയ മരുന്നാണെന്ന് പഠിപ്പിച്ച ഇഞ്ചി, വലിയ മരുന്നാണെന്ന് പഠിപ്പിച്ച ഇഞ്ചി, പശുവിന്റെ മാംസത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പശുവിന്റെ മാംസത്തിൽ രോഗമുണ്ട്, പശുവിന്റെ മാംസം പലപ്പോൾ രോഗമുണ്ടാക്കാറുണ്ട്, നമുക്കും അറിയുന്നതാണ്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പശുവിന്റെ പാലിൽ പലപ്പോഴും ഔഷധ വീര്യമുണ്ട്, അത് മരുന്നാണെന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പശുവിന്റെ മാംസം നിങ്ങൾ പാകം ചെയ്യുന്ന സമയത്ത് വെളുത്ത ഉള്ളിയും ഇഞ്ചിയും ധാരാളമായി ഉപയോഗിച്ചാൽ ആ മാംസത്തിന്റെ രോഗാണുക്കൾ പലതും നശിക്കാനും അതിന്റെ ദൂഷ്യവശങ്ങൾ നീങ്ങാനും കാരണമാണെന്നും അവിടുന്ന് പഠിപ്പിച്ച ചികിത്സാരീതി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ വലിയ ഔഷധമായ ഇഞ്ചി, ആ ഇഞ്ചി കളിച്ച് അത് ഭരണയിലാക്കി കുപ്പിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാഴ്ചവെക്കാൻ ഭരണാധികാരിയായ പെരുമാൾ രാജാവ് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുത്തപ്പോ കാണാം, നിങ്ങൾ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ അഹദാ മരിക്കുന്ന ഇന്ത്യയിലെ രാജാവ് ഹദീസ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസ് കൊടുത്തു. ഇഞ്ചിയുള്ള വലിയ പീപ്പ, വലിയ ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇഞ്ചി കഷ്ണം കഷ്ണമാക്കി നുറുക്കി അതാ അവിടെയുള്ള ശിഷ്യന്മാർക്ക് വിതരണം ചെയ്തപ്പോ അതിൽ നിന്നൊരു കഷ്ണം എനിക്കും തന്നിട്ടുണ്ടെന്ന് അബൂ സഈദ് ഖുദരി പറഞ്ഞതിന് ഞാൻ ഓർക്കുന്നു. മഹാനായ സഹാബത്ത് വിവരിച്ചിട്ടുണ്ട്. ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സഹോദരന്മാരെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ദീനീ പ്രചരണത്തിന് വേണ്ടി അവിടെ വന്ന ദീൻ പഠിക്കാൻ വേണ്ടി വന്ന രാജാവ്, ആ രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ച് നബി തങ്ങൾക്ക് ഹദീസ് കൊടുത്ത് അദ്ദേഹം പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വഫാത്തായി പോയെന്ന് ചരിത്രം. അദ്ദേഹത്തിന്റെ ഖബറാണ് ഇന്നും പഴയ കാലത്ത് യമനിന്റെ ഭാഗമായി ഇമാം ഇബ്നു ജറീർ പരിചയപ്പെടുത്തിയ വഫാർ എന്ന പ്രദേശം ഇന്നത്തെ ലോകത്ത് പറഞ്ഞാൽ ഒമാനിയുടെ ഭരണപ്രദേശമായ സലാല. ആ സലാല എന്നത് വഫാർ എന്ന പേരിലാണ് നേരത്തെ അറിയപ്പെട്ടത്. ഒരുപാട് ഔലിയാക്കളും ഒരുപാട് സാഹിത്യങ്ങളും മഞ്ചവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് സലാല. ആ സലാലയിൽ നിന്നും അബ്ദുറഹ്മാൻ ശാമിലി എന്ന പേരിൽ ഖബറിൽ അറിയപ്പെടുന്ന ഖബറിൽ ഈ മഹാനായ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാജാവിന്റെ ഖബറാണെന്ന് പറയപ്പെടുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിക്കുകയും നബി തങ്ങൾക്ക് ഹദീസ് കൊടുക്കുകയും ചെയ്ത അബ്ദുറഹ്മാൻ ശാമിലി എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹാൻ തിരിച്ചു വരുന്നതിനിടയിൽ മരണം സംഭവിച്ചെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിൽ അതാ ധാരാളം മഹാന്മാരുണ്ട്. അങ്ങനെ ആദ്യകാലത്ത് കേരളത്തിൽ വന്നവരിൽ പെട്ടവരാണ് ബഹുമാനപ്പെട്ട മാലിക്കുൽ ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക്കുൽ ഹദീസ് റളിയല്ലാഹു അൻഹു, സറഫുൽ മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ. ആ മഹാന്മാർ ഇവിടെ വന്നപ്പോ ഇവിടെയുള്ള ഹൈന്ദവർ, ഇവിടെയുള്ള മറ്റു ജനങ്ങൾ അന്നത്തെ കാലത്ത് ഏറ്റവും ബഹുമാനിച്ചിരുന്ന വിഭാഗമാണ്. അവരുടെ കൂട്ടത്തിൽ പിള്ളമാർ. ആ പിള്ളമാരെക്കാൾ ഒരു പടി കൂടി ഇവരുടെ സ്വഭാവവും ഇവരുടെ സൽക്കർമ്മവും ഇവരുടെ സംസ്കാരവും ഇവരുടെ സംശുദ്ധിയും ഇവരുടെ നന്മകളും കണ്ടപ്പോൾ പിള്ളമാരെക്കാൾ ഒന്നുകൂടി നമ്മുടെ രാജ്യത്ത് വന്ന മുസ്ലിം മിഷണറി പ്രവർത്തകരായ പണ്ഡിതന്മാരെ ഈ രാജ്യത്തുള്ള മറ്റു മതക്കാർ ബഹുമാനിച്ചു. അങ്ങനെ അവർ കൊടുത്ത പേരാണ് മഹാപിള്ളമാർ. ആ മഹാപിള്ള എന്ന പേരിൽ കാലാന്തരത്തിൽ ലോപിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ അബ്ദുല്ലാന്റെ പേരിൽ കൊച്ചിനെ ഔലാദിക്കുന്നു.
ചില ആളുകൾക്ക് അബ്ദുറഹ്മാന്റെ പേര് വിളിച്ച് കൊച്ചിനെ അന്തൂന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പേരുകൾ ലോപിച്ചു പോകാറുണ്ട്. അഹമ്മദിന്റെ പേര് അഹമ്മദ് എന്ന് പറയാറുണ്ട്. ഇതുപോലെ മാപ്പിള എന്ന പേര് ഈ കാലത്ത് ലോപിച്ച് മാപ്പിള എന്നായി മാറി. അങ്ങനെയാണ് മാപ്പിള എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ രൂപത്തിൽ എന്തുകൊണ്ട് ബഹുമാനിക്കപ്പെട്ടു, എന്തുകൊണ്ട് ആദരിക്കപ്പെട്ടു? പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് പറഞ്ഞ മനുഷ്യന് പറഞ്ഞ ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒത്തണങ്ങി എന്നതാണ്. ഒരിക്കലും തന്നെ ആരെയും ശല്യപ്പെടുത്തുന്ന ഒരു ജീവിതം, ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന ഒരു ജീവിതം ഒരു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ജീവിതം. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. അവനവന്റെ ശരീരത്തിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാൾ മൂന്നിലല്ല, സത്യവിശ്വാസിയല്ല. നമുക്ക് നമ്മളെ കൂട്ടത്തിൽ ബാപ്പ മരിച്ചിട്ട് എന്റെ മക്കൾ യതീമായി പോകണമെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കൂല. അതേപോലെ തന്നെ മറ്റൊരാളും അവന്റെ ബാപ്പ മരിച്ചിട്ട് കുട്ടികൾ യതീമായി പോകണം എന്ന് ചിന്തിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. അപ്പൊ ഒരാളെ അക്രമമായി കൊല്ലാനോ ഒരാളെ ആക്രമിക്കാനോ ഒരു മനുഷ്യ പോകണം. ഭൂമിയാണോ പോലെ ധാരാളം സംഘടനകൾ ഉണ്ടാവുമല്ലോ. എല്ലാ സംഘടനകളും ഉണ്ടാക്കാൻ കഴിയും. ലോകത്തിൽ തന്നെ ധാരാളം ആശയങ്ങൾ ഉണ്ടാവും. ലോകത്ത് എല്ലാ ആശയങ്ങളും ഉണ്ടാക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പല ആശയക്കാരും ഉണ്ടാവും. മുസ്ലിം ഉണ്ടാവും, അമുസ്ലിം ഉണ്ടാവും, എല്ലാ കക്ഷികളും ഉണ്ടാവും. ഓരോരുത്തരും അവരവരുടെ ആശയം സ്വതന്ത്രമായി പ്രചരിപ്പിക്കുന്നു. അവരെതിർക്കാണ്ട് പ്രചരിപ്പിക്കുന്നു, ഓരോരുത്തർ അവരെ പ്രചരിപ്പിക്കുന്നു. ഒരാൾ മറ്റൊരാളെ ശല്യം ചെയ്യാൻ പോകില്ല. ശല്യം ചെയ്യാൻ പോകുമ്പോഴല്ലേ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവരെ ഇഷ്ടപ്പെടുന്നത് എന്താ? അത് തന്നെ ആശുപത്രി ഇഷ്ടപ്പെടും. അപ്പോഴാണ് പ്രശ്നം ഭൂമിയാകുന്നത്. ആ ഒരു സ്വഭാവമില്ലേ ഈമാനിന്റെ തകരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി പറയുകയാണ്. എന്റെ വീട് പട്ടിണി കിടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? എന്റെ തൊട്ടടുത്ത വീടുകളും മറ്റുള്ളവരുടെ വീടുകളും പട്ടിണി കിടക്കരുതെന്ന് നിർബന്ധം എനിക്ക് വേണം. അപ്പോഴേ ഞാൻ മുഅ്മിനാവൂ. എന്റെ പീടികയിൽ നല്ല ബിസിനസ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ എന്റെ തൊട്ടടുത്തുള്ള പീടികയിലും നല്ല ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹം എന്റെ മനസ്സിൽ വേണം. എന്റെ തൊട്ടടുത്ത കടയിലും ബിസിനസ് വേണമെന്ന ആഗ്രഹം വേണം. അപ്പോഴേ ഞാൻ മുഅ്മിനാകുന്നുള്ളൂ. ആകയാൽ ശരിയായ ഈമാൻ ഹൃദയത്തിൽ കടന്നവന് ഒരാളോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല. എവിടെയും അവൻ ഉയർത്തിപ്പിടിക്കുന്നത് ഈമാൻ, നീതി മാത്രമേ അവന്റെ ജീവിതത്തിലുള്ളൂ.